ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം കണ്ടാലോ? അപ്പോൾ വൈകുന്നേരമായി ട്ടോ. മക്കൾ വരാറായി. അപ്പോൾ മക്കൾ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. എല്ലാ ദിവസമൊന്നും ഉണ്ടാക്കി വെക്കില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കുള്ളൂ. മടിയാണ് ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബേക്കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ബേക്കറി ഒന്നും ഇല്ലാത്ത കാരണം ഇച്ചിരി സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെജ് സമൂസയാണ് കേട്ടോ. ചിക്കനും മട്ടനൊക്കെ തന്നെ ആയിട്ട് എന്നും കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വെജിറ്റബിൾ വെച്ച് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വലിയ ജീരകമൊക്കെ ചതച്ചതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തു. പിന്നെ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മൾ ഇതിന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ ഇതാ പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തു. മസാല അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഷീറ്റും ഞാൻ അതിൻ്റെ ഇടയിൽ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഷീറ്റാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി വെക്കാറാണ്. അതിപ്പോൾ കഴിഞ്ഞത് കാരണം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഈ ബാക്കിയുള്ള മാവ് ഉണ്ടോ, ഇതുകൊണ്ട് ഞാൻ മൈദ ഉണ്ടാക്കി എന്ത് ബാക്കി വന്നാലും മൈദപ്പൊടി ബാക്കി വന്നാലും ഞാൻ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. നമ്മുടെ കുഴലപ്പം എന്നാണ് ഇതിനെ പറയാം. നമ്മുടെ കാസർഗോഡ് നാട്ടിൽ ഇതിനെ കുഴലപ്പം എന്നാണ് പറയാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. എന്താ അറിയില്ല, ഭയങ്കര ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. ഈ കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. എന്നാലും നമ്മൾ മക്കൾക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമല്ലേ. നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഇത് ഉണ്ടാക്കി കൊടുക്കുക, അത് അവർ കഴിച്ചിട്ട് രസമുണ്ട് എന്ന് പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് വേറൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം എന്നെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാവരും അല്ലേ, ഇങ്ങനെ കേൾക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഞാൻ ഈ വെജ് സമൂസ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതും വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഈ വെജ് സമൂസ. അപ്പം ഇനി ഇതിപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കിയിട്ട് എന്താ മക്കൾ പറയുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം മക്കൾ കഴിച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടാലേ എനിക്ക് ഇനി ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഈ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെക്കണം. അല്ല, ഫില്ലിങ് റെഡിയാക്കുന്നതൊക്കെ കണ്ടാൽ അവർക്ക് ഒരു ഇത് തോന്നും, ആ വെജോ എന്നൊക്കെ ചോദിക്കൂട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അവർ വരുന്നതിന് മുന്നേ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. സമോസയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അത് ഫ്രൈ ചെയ്തെടുക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മോള് പിന്നെ ഞാൻ എടുത്ത് വെച്ച മാവ്, കുഴലപ്പം ആക്കി വെച്ച മാവൊക്കെ എടുത്ത് അവൾ ഷേപ്പൊക്കെ മാറ്റി ലൂഷപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ പരിപാടി ഉണ്ടായി. അപ്പോൾ അത് കാരണം വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുഴലപ്പം ഉണ്ടാക്കിയെന്ന്, ആ സംഭവമാണ് കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ തന്നെ കഴിച്ച് തീർത്തു കേട്ടോ, വേറെ ആർക്കും ഞാൻ കൊടുത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇതാ മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൻ്റെ ഭാഗത്തു നിന്നും മോളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് കിട്ടിയത്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.